ഇയാളൊരു വല്ലാത്ത സ്വാമിജിയാണല്ലോ. ആ വക്കീല് പറഞ്ഞു കൊടുത്തതാണോ അതോ ഇയാൾ സ്വയം മനസ്സിലാക്കി ചോദിക്കുന്നതാണോ? പൂർവാശ്രമത്തിലെ പേരെന്താണോ അതാണ് രജിസ്റ്ററിൽ ചേർക്കേണ്ടത്. അതെ, സമൃദ്ധ, അങ്ങനെയാ പേര്. രോഗങ്ങളെയും വേദനകളെയും അകറ്റി നിർത്തുന്ന അവിടുത്തെ കാൽക്കൽ ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കുക. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണം. ദൈവമേ, ഇവള് പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കല്ലേ. ഓർമ്മകളില്ലാത്ത ഈ ദുരിത ജീവിതത്തിൻ്റെ പരീക്ഷണം താങ്ങാൻ ഇനി എനിക്ക് വയ്യ. എൻ്റെ ജീവിതം എവിടെയാണ് അങ്ങ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അതെനിക്ക് തിരിച്ചു തരണം. സർവരോഗസംഹാരകനായ ധന്വന്തരി മൂർത്തെ, എൻ്റെ സങ്കടം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഓർമ്മയുടെ ഒരു പ്രകാശം, അതെനിക്ക് നീ തിരിച്ചു തരില്ലേ? ഇവള് പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്ന എൻ്റെ ഗൗരിമോളുടെ ജീവിതം തകർന്നു പോവും. ഗൗരിമോൾക്ക് അമ്മയില്ലാതാവും. ഇവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ ദൈവമേ. ഈ അമ്മയുടെ ദുഃഖം കൂടി അവിടുന്ന് കാണണേ. സമൃദ്ധ ആഗ്രഹിക്കുന്ന എന്തായാലും അത് നടത്തി കൊടുക്കണം. എൻ്റെ ജീവിതം പിന്നെ എങ്ങനെയായാലും എനിക്കതൊരു പ്രശ്നമല്ല. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ സമൃദ്ധ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും സമൃദ്ധിയുടെ ഓർമ്മ തിരിച്ചു കൊടുത്ത് അവളെ അനുഗ്രഹിക്കണം. പക്ഷേ എനിക്കും ഗൗരി മോൾക്കും അവളെ ഒരിക്കലും നഷ്ടപ്പെടരുത്. അത് താങ്ങാൻ നോക്കും എനിക്കും പറ്റില്ല. എൻ്റെ ഗൗരിമോളോടും ഗോകുലിനോടും ഒപ്പം സന്തോഷമായി ജീവിക്കാൻ എൻ്റെ ഓർമ്മകൾ എനിക്ക് കൂടിയേ തീരും. നീ അത് തിരിച്ചു തരില്ലേ? ഹലോ സ്വാമിജി. എന്താ മോളെ, സുഖമില്ലേ? ശബ്ദമല്ലാതിരിക്കുന്നല്ലോ. അത് പിന്നെ ചെറിയൊരു പനിയുണ്ട് സ്വാമിജി. ചെറുതാണെങ്കിലും പനി സൂക്ഷിക്കണം. ഡോക്ടറെ കണ്ടില്ലേ? അത്രയ്ക്കൊന്നുമില്ല, ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ചുക്കാപ്പിയൊക്കെ ഇട്ട് തന്നു. ഇപ്പം നല്ല ആശ്വാസമുണ്ട്. അപ്പോ ഫ്രണ്ടിന് വണ്ടി ഓടിക്കാൻ മാത്രമല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാനും അറിയാം അല്ലേ? മോൾ എപ്പോഴാ ആശ്രമത്തിലേക്ക് വരുന്നത്? ഉടനെ വരാം സ്വാമിജി. നിന്റെ ശത്രുവിനെ ഇനിയും ഞാനിവിടെ ആവാഹിച്ചു വരുത്തുന്നുണ്ട്. അത് കാണാൻ നീയും കൂടെ ഇവിടെ ഉള്ളതാ നല്ലത്. പനിയൊന്ന് മാറിയിട്ട് ഞാൻ വരാം സ്വാമിജി. ആരോഗ്യമാണ് പ്രധാനം, അതെപ്പോഴും സൂക്ഷിക്കണം. വെക്കട്ടെ മോളെ? ശരി. സച്ചിയെക്കുറിച്ച് സ്വാമിജിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? ഇപ്പഴാ കൈക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? കുറച്ചു ദിവസത്തേക്ക് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഭാരം ഉയർത്താനോ ഡ്രൈവ് ചെയ്യാനോ കൈ എവിടെയെങ്കിലും തട്ടാനോ മുട്ടാനോ പോലും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതും പ്രശ്നമാവും. ഇല്ല ഡോക്ടർ,
ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം. അല്ല, ഇനി ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഞാൻ തരുന്ന മരുന്നുകൾ കഴിച്ചാൽ മതി. താങ്ക് യു ഡോക്ടർ. എന്നാ പിന്നെ ഇറങ്ങിക്കോട്ടെ മാഡം. ശരി. ഉം. മൂർത്തി. ആ. ഗോകുലിന്റെ അമ്മയാണല്ലോ. ഇത്ര പെട്ടെന്ന് അവരോട് എത്തിയോ? ഹലോ അമ്മേ. ആ മോളെ, ഞങ്ങളിവിടെ എത്തി. മോളെവിടെയാ? ഞാൻ വീട്ടിൽ തന്നെയാ. അമ്മ എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? എന്റെ പൊന്നു മോളെ, വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു. അമ്മ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? അമ്മയ്ക്ക് വേണ്ടിയോ അതോ സമൃദ്ധിക്ക് വേണ്ടിയോ? എനിക്ക് എന്റെ മോന്റെ കാര്യ പ്രധാനം. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഒരു കാരണവശാലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടരുതെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എനിക്ക് ഉറപ്പാ. പക്ഷേ അവിടുത്തെ ചികിത്സ ഫലം കിട്ടുന്നതാ. അതിന്റെ കാര്യം നോക്കാൻ മോളില്ലേ? പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നേ? മോളെപ്പോഴാ വരുന്നേ? സമൃദ്ധ ചികിത്സക്ക് കയറാൻ പോവാ. മോള് വരുന്നില്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ വരാതെ അവിടെ ഒരു ചികിത്സയും നടക്കില്ല. ചിത്ര പൗർണമി അമാവാസിയാവുന്ന ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ, കൈയുടെ ബലം പരിശോധിക്കുകയാണോ? ഏത് ജീവന്റെ നേരെയും ഉന്നം തെറ്റാതെ ഒരു തോക്കിന്റെ കാഞ്ചി വലിക്കാനുള്ള കരുത്ത് ഇപ്പൊ എന്റെ കൈക്കുണ്ട്. രോഗിയുടെ പേര്? സമൃദ്ധ. സമൃദ്ധ. അതിപ്പോഴത്തെ പേരല്ലേ? യഥാർത്ഥ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്. അതായത് പൂർവാശ്രമത്തിലെ പേര്. ഇയാളൊരു വല്ലാത്ത സ്വാമിജിയാണല്ലോ. ആ വക്കീല് പറഞ്ഞു കൊടുത്തതാണോ അതോ ഇയാള് സ്വയം മനസ്സിലാക്കി ചോദിക്കുന്നതാണോ? പൂർവാശ്രമത്തിലെ പേരെന്താണോ അതാണ് രജിസ്റ്ററിൽ ചേർക്കേണ്ടത്. അതെ, സമൃദ്ധ, അങ്ങനെയാ പേര്. ഗോകുൽ, ഗുരുജി പറഞ്ഞതാ ശരി.